ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. എന്താണ് കണ്ണേർ? ഈ കണ്ണേർ ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ശരീരം വല്ലാത്ത ക്ഷീണം വരും. അതുപോലെ തന്നെ എപ്പോഴും ചടപ്പാണ്, ഒരു കാര്യത്തിനും ഉത്സാഹമില്ല, ഒരു കാര്യത്തിനും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് ഇന്ന് രാവിലെ പോകണോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ പോവാതെ ഇങ്ങനെ, അതായത് പോവാതെ ഇങ്ങനെ തോന്നുക, പോവാൻ തോന്നുന്നില്ല. അതായത് നമുക്ക് ആ ഷോപ്പ് തുറക്കാനോ ആ ഷോപ്പിൽ ജോലി ചെയ്യാനോ ആ സ്ഥാപനം നടത്തി കൊണ്ടുപോകാനോ ഒരു ഉന്മേഷമില്ല. നല്ല കച്ചവടമുള്ള കടയാണ്, പക്ഷേ അവിടെ പോവാനോ അതിൽ എൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ മുതലാളിയായ ആളുകൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവിടെ പണിയെടുക്കാൻ സാധിക്കുന്നില്ല. കണ്ണേറിയേറ്റ ആളുകൾക്കുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരം കംപ്ലീറ്റ് തളർന്നു പോകും. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിൽ നമുക്ക് ശ്രദ്ധ കിട്ടാതെ വരിക. നന്നായി ശ്രദ്ധിച്ച് പണിയെടുത്തിരുന്ന ആൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കിട്ടാതെ വരിക. അതുപോലെ തന്നെ ജോലിയിൽ സ്വൈപ്പാകുക, ഓരോ കാര്യങ്ങൾ തട്ടിത്തിരിച്ചിൽ വരിക. ചില ആളുകളുടെ കണ്ണേറ് ഭയങ്കര പവർഫുള്ളാണ് എന്ന് പറയാനൊരു കാരണം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനം നല്ല വണ്ടിയാണ്, നല്ല ഓട്ടമായിരുന്നു. അയാളോട് ഒരാൾ പറഞ്ഞു, നിൻ്റെ വണ്ടിക്ക് എന്ത് ഓട്ടമാണ്, നിൻ്റെ ഇഞ്ചിനൊന്ന് ചൂടാറാൻ വെച്ചിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വണ്ടി ഇഞ്ചിൻ വർക്കിനായി. ഇതാണ് കണ്ണേർ എന്ന് പറയുന്നത്. കണ്ണേറും നാവേറും നമുക്ക് പറയാം. നാവേറും ഭയങ്കരമാണ്, കണ്ണേറും ഭയങ്കരമാണ്. അപ്പം ഈ സാധനം വന്ന് വിട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ണേറ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ രാത്രി ഇങ്ങനെ കരയും, എങ്ങനെ ഉറക്കിയാലും കുട്ടി കരയും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വല്ലാത്ത തലവേദന, അതുപോലെ തന്നെ ഒരുതരം മാനസികമായിട്ടുള്ളൊരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ആ കോൺഫിഡൻസ് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഒരു ശ്രദ്ധ കുറവ്, നന്നായി ശ്രദ്ധിച്ച് നേരത്തെ പറഞ്ഞ ശ്രദ്ധ കുറവുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് തലവേദന വരും, ഭയങ്കരമായിട്ട് തലവേദന, അല്ലെങ്കിൽ ഒരുതരം പൊരിച്ചിൽ പോലെ ചില കാര്യങ്ങൾ പൊരിയുക, ശരീരം ഇങ്ങനെ പൊരിഞ്ഞു വരിക. അങ്ങനെ പൊരിഞ്ഞു വന്നിട്ട് ഒരു സമാധാനക്കേട്, ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കുക, ഒരു ഉഷാറില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് അയാൾ മാത്രം ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് ദുഃഖങ്ങളോ ദുരിതങ്ങളൊന്നുമില്ല, പക്ഷെ അയാൾക്കൊരു ഉഷാറുമില്ല. അത് തന്നെ കാര്യം. അതുപോലെ തന്നെ വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം പകുതി ചെയ്യും, പകുതി അവിടെ ഇടും, മുഴുവനാക്കാൻ കഴിയില്ല. മടി തോന്നുക, വല്ലാത്ത മടി, അതൊരു കണ്ണേറിൻ്റെ വലിയ ലക്ഷണമാണ്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓരോ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും. വലിയ തടസ്സങ്ങളല്ല, ചെറിയ തടസ്സങ്ങൾ. അതുപോലെ തന്നെ എപ്പോഴും ശരീര അസ്വസ്ഥതകൾ, അതായത് വേദനകളല്ല, ഞെരിച്ചിൽ പിരിച്ചിൽ, ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കണ്ണേറിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടൊക്കെ, സിഹറിനും കണ്ണേറിനൊക്കെ പരിഹാരമായിട്ടൊക്കെ ഉള്ള ഖുർആനിലെ 2 അധ്യായങ്ങളാണ് ഖുൽ അഊസു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊസു ബിറബ്ബിൻ നാസും. ഇത് കൃത്യമായിട്ട് 41 പ്രാവശ്യം നമ്മൾ രാവിലെ ചൊല്ലി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കണ്ണേറ് പോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഈ നാവേറ് എന്ന് പറഞ്ഞ സംഗതി വളരെ കടുപ്പമുള്ളൊരു സംഗതിയാണ്. ചില ആളുകളുടെ നാവ് ഭയങ്കരമാണ്.
അത് എനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണേറ് ഭയങ്കര, ഈ കണ്ണേറ് അസൂയയിൽ നിന്നും ആണ് വരിക. അസൂയ സമ്പന്നമായിട്ടുള്ള കണ്ണേറുണ്ട്, അല്ലാത്ത കണ്ണേറുണ്ട്, രണ്ടുമുണ്ട്. അള്ളാഹു നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരും. അപ്പോൾ ഈ പറഞ്ഞ സൂറത്തുകൾ, ഫലക്ക്, നാസ് സൂറത്ത് 41 പ്രാവശ്യം രാവിലെ നമ്മൾ ചൊല്ലി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ കാവൽ കിട്ടും. അള്ളാഹു മനസ്സിലാക്കാനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. സിഹർ എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ കണ്ണേറും അപകടമാണ്, സിഹറും അപകടമാണ്. സിഹർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പാവങ്ങളിൽപ്പെട്ടതാണ്. അത് ചെയ്യുന്നവർക്ക് നരകമാണ് ഇഹത്തിലും പരത്തിലും. തൽക്കാലം അവർക്കൊരു സന്തോഷത്തിന് അവരടങ്ങാറാന്ന് കാണാം. പക്ഷേ ഈ ഒരു സംഗതി വല്ലാത്ത പ്രശ്നമാണ്. അതവർ മരിച്ചു പോവില്ല, നരകയാതനയാവും അവർക്ക്. അവരൊരു തുള്ളി പോലും വെള്ളം വായിലേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു പോവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചെയ്തു കൊടുക്കുന്നവനും ചെയ്യാൻ പറയുന്നവനും അവർക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ചെറിയ ശിക്ഷ തന്നെ താങ്ങാൻ കഴിയില്ല. അതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോടും അവരെ ആർക്കാ ചെയ്തത് അവരോട് പോയിട്ട് പൊരുത്തി ചോദിക്കുക. അള്ളാഹു എല്ലാ മാരകമായ ശർറിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.